അതേസമയം ഡ്രൈവറുടെ സീറ്റിൽ നിന്നാണ് ബാലഭാസ്കറിനെ പുറത്തേക്കെടുത്തതെന്ന് പ്രധാന സാക്ഷി കൊല്ലം സ്വദേശി പ്രവീൺ പറഞ്ഞു. പുലർച്ചെ വിമാനത്താവളത്തിലേക്ക് പോകുന്നതിനിടെയാണ് പ്രവീൺ അപകടത്തിൽപ്പെട്ട വാഹനം കാണുന്നത്. ഇന്ത്യ കണ്ടതിൽ ഏറ്റവും വലിയ ആസൂത്രിത കൊലപാതകം. 2018 സെപ്റ്റംബർ 24 ബാലഭാസ്കറിന്റെ മരണം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങോട്ട് സ്വാഗതം. 2 ദിവസമായി വീഡിയോ എന്തെങ്കിലും ഞാൻ ഈ ഒരു ചാനലിൽ ഇട്ടിട്ട് കുറച്ച് തിരക്കായി പോയി. ഈ 2 ദിവസമായിട്ട് അധികം എനിക്ക് സോഷ്യൽ മീഡിയ ഒന്നും അങ്ങോട്ട് കുത്തിയിരുന്ന് നോക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഞാൻ ഒന്ന് കയറി ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ കണ്ടുപോയ വാർത്ത ബാലഭാസ്കറിന്റെ ഭാര്യയെ പറ്റിയിട്ടുള്ളതായിരുന്നു. കഴിഞ്ഞ ദിവസം മനോരമയിൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ന്യൂസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ബാലഭാസ്കറിന്റെ വൈഫ് കൊടുത്ത ഒരു ഇന്റർവ്യൂ. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 20 ലക്ഷത്തിന് മേൽ ആളുകളൊക്കെ ഇപ്പൊ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. 1.5 മണിക്കൂർ 1.2 മിനിറ്റോ സംതിങ് അങ്ങനെ ഒരു ടൈം ലിമിറ്റ് ഉള്ള ഒരു വീഡിയോ ആണത്. അപ്പൊ ആ ഇന്റർവ്യൂ കണ്ടിട്ട് കമന്റ് ബോക്സ് ഒക്കെ ഒരുപാട് പേര് ബാലഭാസ്കറിന്റെ വൈഫായിട്ടുള്ള ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്തു വരുന്നു. കുറെ പേര് അവരെ നെഗറ്റീവ് പറയുന്നു. ഇങ്ങനെ ഒരു കളി നടക്കുന്നത് ഞാൻ കണ്ടു. ഞാനപ്പോ വർഷങ്ങൾക്ക് മുമ്പുള്ള വാർത്തകൾ വരെ ഒന്ന് ചെകഞ്ഞുപോയി ഇന്നലെ രാത്രിയിലിരുന്ന്. അങ്ങനെ ഞാൻ ചെകഞ്ഞു പോയപ്പം എനിക്ക് തോന്നിയ കുറെ സംശയങ്ങൾ, അതൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ആൻഡ് ഒരുപാട് വീഡിയോ ക്ലിപ്പുകളൊന്നും ഞാൻ ഈ വീഡിയോയിൽ അങ്ങനെ ചേർത്ത് വെക്കുന്നില്ല. നേരെ മറിച്ച് വളരെ റിലവൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയ, നിങ്ങളെ കാണിച്ച് ഒരു സംശയമായിട്ട് എനിക്ക് നിങ്ങളോടും കൂടെ ചോദിക്കണം, എന്തിനാണ് ഈ വ്യക്തി ഇങ്ങനെ പറഞ്ഞത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിക്കേണ്ട രീതിയിലുള്ള കുറച്ച് ക്ലിപ്പുകൾ മാത്രമേ ഞാനിവിടെ കാണിച്ചു തരുന്നുള്ളൂ. അപ്പം എല്ലാവർക്കും അറിയാമായിരിക്കും ഈ ഒരു വിഷയം. ഞാൻ വീണ്ടും ആദ്യം തൊട്ടൊന്ന് കഥ പറഞ്ഞു പോകണമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ചെറുതായിട്ട് അറിയാത്ത ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഇരുന്ന് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഒന്ന് സൂചിപ്പിച്ചങ്ങ് പോകാം. 2018 സെപ്റ്റംബർ 24 മകളുടെ, ബാലഭാസ്കറിന്റെയും ഭാര്യയായിട്ടുള്ള ലക്ഷ്മിയുടെയും മകളായിട്ടുള്ള കുട്ടിയുടെ പേരിൽ ഒരു നേർച്ച ഉണ്ടായിരുന്നു നമ്മുടെ തൃശ്ശൂര് വടക്കുംനാഥൻ ക്ഷേത്രത്തിൽ. അവര് അങ്ങോട്ടേക്ക് പോയി. അവിടെ പോയി അവരുടെ ഈ ഒരു നേർച്ചയും വഴിപാടും ഒക്കെ കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ അവർ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് വരുന്ന വരവിൽ അവരുടെ വണ്ടി ആക്സിഡന്റ് ആവുന്നു. ഇനി ഞാൻ കുറച്ച് പേരുകൾ ഇവിടെ ഒന്ന് പറയാം, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഒന്ന് ശ്രദ്ധിച്ചാലും മതി, നോട്ട് ചെയ്ത് വെക്കണമെന്നൊന്നുമില്ല. അവരുടെ വണ്ടി ഓടിച്ച വ്യക്തിയുടെ പേര് അർജുൻ, ലക്ഷ്മി, ബാലഭാസ്കർ. പിന്നെ ഏറ്റവും വലിയ ഒരു പേര് പ്രകാശ് തമ്പി എന്ന് പറയുന്ന ഒരു വ്യക്തി. ഒപ്പം ഇവരുടെ ഈ ഒരു അപകടം കണ്ടു, അല്ലെങ്കിൽ അതിന്റെ പേരിൽ ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പറയുന്ന കേട്ടു, ഈ ഒരു വ്യക്തി ഇവരുടെ ഈ ഒരു മരണത്തെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ഒരു പബ്ലിസിറ്റി കൊടുക്കാൻ വേണ്ടി മുന്നോട്ട് വന്നതാണ് എന്ന് പറഞ്ഞ് ഒരുപാട് പേർ പറയുന്ന ഒരു പേര് കലാഭവൻ ശോഭി എന്ന് പറയുന്ന ഒരു വ്യക്തി. ഈ കലാഭവൻ ശോഭിയുടെ ഇന്റർവ്യൂകൾ ഞാനിപ്പോൾ 2-3 എണ്ണം കണ്ടു. ഇതിനകത്തൊക്കെ വളരെ റിലവൻ്റ് ആയിട്ട് പുള്ളി പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയെ എനിക്ക് കാണാൻ സാധിച്ചു. പുള്ളി പറഞ്ഞ കാര്യത്തിലേക്കൊക്കെ നമുക്ക് വരാം. എന്തായാലും അന്ന് ഈ ഒരു ആക്സിഡന്റ് നടക്കുന്നു. ഈ ആക്സിഡന്റിന് തൊട്ട് മുമ്പായിട്ട് സോബി കണ്ടു എന്നൊരു കാര്യം സോബി പറയുന്നുണ്ട്. അതായത് ആരൊക്കെയോ വന്ന് ബാലഭാസ്കറിനെ ആ വണ്ടിയിൽ നിന്ന് പുറത്തെടുത്ത് ഉപദ്രവിച്ചു എന്നുള്ള കാര്യങ്ങൾ വരെ സോബി പറയുന്നുണ്ട്. സോബിയുടെ ഭാഷയിൽ സോബി പറയുന്നത് ലക്ഷ്മി, ബാലഭാസ്കറിന്റെ വൈഫായിട്ടുള്ള ലക്ഷ്മി ഒരുപാട് കള്ളത്തരങ്ങൾ പറയുന്നു എന്നൊക്കെ സോബി പറയുന്നുണ്ട്. സോബിയെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അപ്പോ ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞു വെക്കാം. ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞ ഒരു കൊലപാതകമായിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു മരണമായിട്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു ബാലഭാസ്കറിന്റെ മരണത്തെ കാണാൻ സാധിക്കുന്നത്. ആരും പറയുന്ന കാര്യങ്ങൾ നമുക്ക് എങ്ങും കണക്റ്റ് ആവുന്നില്ല. അതാണ് പ്രശ്നം. ഇവരാരും, ഇതിനകത്ത് വന്നിരിക്കുന്ന സാക്ഷികളായിക്കോട്ടെ, ഒരുപാട് സാക്ഷികൾ ഉണ്ടായിരുന്നു. ഇന്ന് വരുമ്പോഴത്തേക്ക് സാക്ഷികളുടെ എണ്ണങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് ഒരുപാട് സാക്ഷികൾ, ബാലഭാസ്കറിന് വണ്ടിയുടെ ബാക്കിലായിരുന്നു ഇരുന്ന് പറഞ്ഞവരുണ്ട്, ബാലഭാസ്കർ വണ്ടി ഓടിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ബാലഭാസ്കറിന്റെ വൈഫ് ലക്ഷ്മി പറയുന്നത് ബാലഭാസ്കർ ആ ഒരു വണ്ടിയുടെ, ബാലഭാസ്കറിന്റെ, നിങ്ങൾക്ക് അറിയാം, ഞാൻ വീണ്ടും അതാ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്തോട്ട് വീണ്ടും പോകാത്തത്. ബാലഭാസ്കറിന്റെ വൈഫായിട്ടുള്ള ലക്ഷ്മി കുഞ്ഞുമായിട്ട് മുമ്പിലിരിക്കുകയായിരുന്നു. ലക്ഷ്മി പറഞ്ഞത് വെച്ച് വണ്ടി ഓടിക്കുന്നത് അർജുൻ, ബാലഭാസ്കർ പുറകിലിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴും നമുക്കൊരു സംശയം തോന്നാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ ഒരു വണ്ടി ആക്സിഡന്റ് നടന്നതിന് ശേഷമുള്ള ആ ഒരു വണ്ടിയുടെ ഫോട്ടോ ഇവിടെ ഒന്ന് കാണിച്ചു തരാം. ഈ വണ്ടിയുടെ മുൻഭാഗം കാണുമ്പോഴത്തേക്ക് നമുക്കറിയാം ഡ്രൈവർ സീറ്റും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെ ആ ഒരു സീറ്റും അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി ഇടിച്ച് അങ്ങോട്ട് കയറിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്, ഇല്ലേ? മുമ്പൊന്നും ഇല്ല.
പക്ഷെ വണ്ടിയുടെ ബാക്കിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു, ആ റൈറ്റ് സൈഡിലെ ആ ഒരു ഡോറിന്റെ ഭാഗത്തൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ് ബാലഭാസ്കർ ബാക്കിലിരുന്നു എന്ന് ലക്ഷ്മി പറയുന്ന ബാലഭാസ്കർ ആശുപത്രിയിൽ എത്തിയതിനു ശേഷം മരണത്തിലേക്ക് പോകുന്നത്? അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം ദേഹത്തൊക്കെ ഒരുപാട് ചതവുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് ഇത്രയും അധികം ചതവുകൾ അദ്ദേഹത്തിന്റെ ദേഹത്ത് വന്നത്? ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഇനി ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു ഓൺലൈൻ, നിങ്ങൾക്ക് അറിയാം ചാനലില്, അദ്ദേഹം മറുനാടനിലെ വ്യക്തി, ആ ഒരു നമ്മളോട് സംസാരിക്കുന്ന വ്യക്തി ഒരു മാധ്യമ പ്രവർത്തകൻ. ഞാൻ കുറെ പേരുടെ ഒന്നും പേര് ഞാനിവിടെ പ്രത്യേകം എടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാം. ഒരു മാധ്യമ പ്രവർത്തനോട് സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു കുഞ്ഞു പോർഷൻ മാത്രം ഞാൻ നിങ്ങൾക്ക് ഒന്ന് കേൾപ്പിച്ചു തരാം. ഇതൊന്ന് കേൾക്കുക, എന്നിട്ട് ബാക്കി സംസാരിക്കാം. ഇത് ലക്ഷ്മിയെ പുറത്തു കൊണ്ട് നിർത്തി കുറെ തെറി വാങ്ങി കൊടുത്തു എന്നല്ലാതെ ഇതിന് മറ്റു യാതൊരു ഗുണവും ഈ അഭിമുഖം കൊണ്ട് ബാലഭാസ്കർ കേസിൽ ഉണ്ടായിട്ടില്ല. ഈ ലക്ഷ്മി ബാലഭാസ്കർ മരിച്ചത് നന്നായി എന്നാണ് ലക്ഷ്മിക്ക് തോന്നലെന്നൊരു അഭിപ്രായം ജോയി പറഞ്ഞായിരുന്നല്ലോ. എന്ത് പറ്റി അങ്ങനെ പറയാൻ സാഹചര്യം? അത് ബാലഭാസ്കർ മരിച്ച ആ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഞാൻ ലക്ഷ്മിയെ കണ്ടിട്ടുണ്ട്. ലക്ഷ്മി ഹോസ്പിറ്റലായിരുന്നപ്പോൾ പോയി കണ്ടിട്ടുണ്ട്, ഓർമ്മ വന്ന ശേഷം. പിന്നെ ലക്ഷ്മി വീട്ടിലായിരുന്നപ്പോൾ രണ്ട് തവണ കണ്ടിട്ടുണ്ട്. ഈ രണ്ട് തവണയും ഒരു തവണ കാണുമ്പോൾ വേറെ ഇഷ്യൂസ് ഒന്നും പറഞ്ഞില്ല. രണ്ടാമത്തെ തവണ കാണുമ്പോൾ ലക്ഷ്മി പറഞ്ഞതാണ്, മരിച്ചയാള് മരിച്ചു, പ്രയോഗിതായിരുന്നില്ല, ഇനി അയാളുടെ കുറെ ആക്രി സാധനങ്ങളുണ്ട്, അതൊക്കെ എടുത്ത് തൂക്കി വിൽക്കണം എന്നാണ് ലക്ഷ്മി പറഞ്ഞത്. അത് ഒരുപക്ഷെ അവരുടെ ആ ട്രോമ സ്റ്റേജിൽ പറഞ്ഞതായിരിക്കാം. എങ്കിലും അങ്ങനെ ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അച്ഛനോടുള്ള വിരോധം കൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇതിനകത്ത്. അപ്പൊ ലക്ഷ്മിയോട് ചോദിക്കേണ്ട തരത്തിൽ ചോദിച്ചിരുന്നുവെങ്കിൽ, ചോദ്യങ്ങൾ കൃത്യമായിരുന്നുവെങ്കിൽ ലക്ഷ്മിയുടെ ഉത്തരങ്ങളും കൃത്യമായേനെ. ഇത് മനോരമ സ്റ്റൈലിൽ ഒരു മുറിവേൽപ്പിക്കാത്തൊരു ചോദ്യങ്ങളും അതിന് ഒട്ടും ഇതില്ലാത്ത ഉത്തരങ്ങളും, നീതി പുലർത്താത്ത ഉത്തരങ്ങളുമാണ് ലക്ഷ്മി കൊടുക്കുക. അതിന്റെ ഫലം ലക്ഷ്മിക്ക് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആളുകൾ മുഴുവൻ ലക്ഷ്മിയെ തെറി വിളിക്കുകയാണ്. ആളുകൾ നല്ല രീതിയിൽ ഇപ്പോഴും ലക്ഷ്മിയെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്കാണ് ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വരുന്നത്. അദ്ദേഹം അതിനകത്ത് പറയുന്നത്, അദ്ദേഹത്തിനോട് ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട്, ബാലഭാസ്കറിന്റെ വൈഫായിട്ടുള്ള ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട്, മരിച്ചയാൾ മരിച്ചു, അദ്ദേഹത്തിന്റെ സാധനങ്ങളെല്ലാം, ആക്രി സാധനങ്ങളെല്ലാം എടുത്ത് വിൽക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞു എന്ന് വന്ന് ഒരു വ്യക്തി പറയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ ബുള്ളിങ് നല്ല രീതിയിൽ അവർക്ക് കിട്ടും. ആളുകളുടെ ഇടയിൽ അവരെ സംശയക്കണ്ണോട് കൂടി കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ആ ഒരു സംശയം കുറച്ചുകൂടെ മുറുകയാണ്, അല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ മനസ്സിലാണെങ്കിലും സംശയങ്ങൾ ഇപ്പൊ കൂടും. ഇവൾ ഒരു നല്ല സ്ത്രീയാണോ, ഇവൾ എന്തിനാ അങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ അത്യാവശ്യം എല്ലാവരുടെയും മനസ്സിൽ ഇപ്പൊ വരും. ഞാൻ നേരത്തെ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിരുന്നു, പ്രകാശ് തമ്പി. നമ്മുടെ ബാലഭാസ്കറിന്റെ ഒരു സുഹൃത്താണ്. ഈ ബാലഭാസ്കറിന്റെ പ്രകാശ് തമ്പി എന്ന് പറയുന്ന ഈ ഒരു സുഹൃത്താണ് അർജുൻ എന്ന് പറയുന്ന ഈ ഒരു വണ്ടി ഓടിച്ചു എന്ന് ലക്ഷ്മി പറയുന്ന ആ ഒരു ഡ്രൈവറിനെ ബാലഭാസ്കറിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഈ പ്രകാശും ഈ ഒരു അർജുനും, ഇവര് രണ്ടുപേരും ബാലഭാസ്കറിന്റെ മരണത്തിന് മുമ്പും അതിന് ശേഷവും സ്വർണ്ണ കള്ളക്കടത്തുമായി പലതവണ ഇവരെ പോലീസ് പൊക്കിയിട്ടുണ്ട്. അങ്ങനെ തന്നെ പറയണം, മനസ്സിലായില്ലേ? എന്നിട്ടും ഇവർ നല്ല സുന്ദരമായി ഇറങ്ങിപ്പോയിട്ടുണ്ട്. പച്ചയ്ക്ക് പറഞ്ഞു വന്നാൽ ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന ആളുകളുമായിട്ട് ബാലഭാസ്കറിന് ബന്ധമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് വാർത്തകൾ നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ട്, ഒരുപാട് കോൺട്രവേഴ്സികൾ. ബാലഭാസ്കർ ഇതിലെ ഒരു കണ്ണിയാണോ എന്നുള്ള സംശയങ്ങൾ വരെ പറഞ്ഞ ആളുകളുണ്ട് ഇവിടെ. നമ്മളും അത് സംശയത്തോടു കൂടി തന്നെ കാണും. കാരണം എന്തിന് ബാലഭാസ്കർ ഇങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് കോണ്ടാക്ട് വെച്ചു എന്നുള്ളൊരു ചോദ്യം നല്ല രീതിയിൽ വരും, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇപ്പൊ ഈ മനോരമയിലെ ഈ ഒരു വാർത്ത വന്നപ്പോഴത്തേക്ക് ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ്, ബാലഭാസ്കറിന്റെ വൈഫിനെ ആരെങ്കിലും ഒക്കെ പീഡിപ്പിച്ചിരുത്തിയിരിക്കുകയാണോ, അവരെന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള ഒരു സംശയം എല്ലാവർക്കും വന്നു കാണും. എനിക്കും വന്നിട്ടുണ്ടായിരുന്നു. അതിന് എനിക്ക് ആ ഒരു സംശയം ഒരു 50-50 ഈ ഒരു ഇന്റർവ്യൂ തുടങ്ങി ഈ ഒരു കുറച്ച് ഭാഗങ്ങൾ കണ്ടപ്പോൾ എനിക്ക് നല്ല രീതിയിൽ വന്നുകൊണ്ടിരുന്ന ഒരു സംശയമാണ്, ഇവരെന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. പക്ഷെ ഒരു പോർഷനിൽ മാത്രം അവരൊരു കാര്യം പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഡൗട്ട്ഫുൾ ആയി. ഇവർ പറയുന്നതിനകത്തും കുറച്ച് കാര്യങ്ങളില്ലേ, ഇതിൽ ഒരുപാട് പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ട് ഈ ഒരു വിഷയത്തിൽ. അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. ഇനിയിപ്പോ ഇവർ വന്നിരുന്ന കള്ളങ്ങൾ പറയുകയാണെങ്കിലും ജസ്റ്റ് ഞാൻ ബാക്കി കാര്യങ്ങൾ കാണിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞങ്ങ് പോവാം. നിങ്ങൾ അവരുടെ സൈഡിൽ നിന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാവരും പോയി, ഭർത്താവ് പോയി, കുഞ്ഞു പോയി, അവർക്കിനി പ്രത്യേകിച്ച് ഒന്നും നോക്കാനില്ല. എന്നാൽ അവർക്ക് മുന്നോട്ട് വന്ന് അവരെന്തെങ്കിലും പറയാൻ പേടിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ പുറകിലുള്ള ചേട്ടന്മാർ,
എന്തോരം വലിയ ടീമുകളായിരിക്കും, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ നാട്ടിലെ സിസ്റ്റത്തിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇല്ലേ? ഇവിടെ ഒന്നും നടക്കില്ല. ഇവിടെ ഇതുള്ളവൻ അവൻ എന്നും മണ്ടക്കിരിക്കും. അവൻ എന്ത് തെറ്റ് കാണിച്ചാലും ഇവിടുത്തെ നിയമം ഇങ്ങനെ നിൽക്കും. ഇവിടുത്തെ കോടതിയൊക്കെ കണ്ണടച്ച് കാണിച്ചു കൊടുക്കും ഇല്ലേ? അത് കുറെ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഏതൊരു കാര്യത്തിലാണെങ്കിലും. ഈ ഒരു ബാലഭാസ്കറിന്റെ വിഷയം വരുവാണെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ചിലപ്പോൾ ലക്ഷ്മിക്ക് അറിയായിരിക്കും, ലക്ഷ്മി മുന്നോട്ട് വന്ന സത്യങ്ങളൊക്കെ പറയാൻ നിന്നാലും ഇവിടെ ഒന്നും സംഭവിക്കില്ല. നേരെ മറിച്ച് ലക്ഷ്മിക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്. ലക്ഷ്മിയുടെ ഭർത്താവിന്റെ അച്ഛനൊക്കെ വന്ന് പറയുന്നുണ്ട് ലക്ഷ്മിക്കെതിരായിട്ട്. ലക്ഷ്മി അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരു അമ്മാവന്റെ കാര്യം പറയുന്നുണ്ട്, ഞാൻ അതിലേക്കൊന്നും അധികം പോകുന്നില്ല. അവരെ ഒന്നും ലക്ഷ്മി തിരിഞ്ഞു നോക്കുന്നില്ല. എന്തുകൊണ്ട് ലക്ഷ്മി ചിലപ്പോൾ തിരിഞ്ഞു നോക്കുന്നുണ്ടാവില്ല? ലക്ഷ്മി അവരെ തിരിഞ്ഞു നോക്കുകയോ അവരുടെ കാര്യത്തിൽ ഇടപെടുകയോ എന്തെങ്കിലും ചെയ്താൽ ചിലപ്പോൾ ആ കുടുംബത്തെ വരെ ഇല്ലാതാക്കി കളയും എന്നുള്ളൊരു കാര്യം ലക്ഷ്മിയെ ആരെങ്കിലും പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടെങ്കിലോ ലക്ഷ്മി വാ തുറക്കുവോ? ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അങ്ങനെ ഒരു സൈഡും കൂടെയും ഇതിനുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു മനോരമയിൽ വന്ന ഒരു വാർത്തയിലെ ഒരു ചെറിയ ഭാഗം, ഒരു വളരെ ചെറിയ ഭാഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുശേഷം വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വാർത്തയിലേക്കും കൂടെ നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. എനിക്ക് മനസ്സിലാകുന്നില്ല. ലക്ഷ്മി നേരത്തെ പറഞ്ഞു എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ ഇപ്പോൾ തുറന്നു പറയാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. ഇതല്ലാതെ ഇപ്പം തുറന്നു പറയുമ്പോൾ തന്നെ ഏതെങ്കിലും രീതിയിൽ പറയണം എന്നുള്ള എന്തെങ്കിലും സമ്മർദ്ദമോ അല്ലെങ്കിൽ ലക്ഷ്മിക്ക് എന്തെങ്കിലും പേടിയോ ഉണ്ടോ? ഞാൻ എന്താ പറയണ്ടേ, എന്നെ സംബന്ധിച്ച് ഞാനൊരു വളരെ സാധാരണക്കാരിയായ സ്ത്രീയാണ് ചെയ്യുന്നത്. എനിക്ക് എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ കുട്ടി എന്നുള്ളത് എൻ്റെ ടോപ്പ് പ്രയോറിറ്റിയാണ്. എൻ്റെ കാര്യത്തിലും മുകളിൽ. എന്നെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ, ഞാൻ മോൾക്ക് കുറച്ചുകൂടി ഏജ് ആവട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ ഈ പറഞ്ഞ ജോണ്ടിസും അതുപോലെ കോൾ ബ്ലാഡർ ക്രിസ്റ്റലിൽ വന്നിട്ടുള്ള ഇഷ്യൂസും വളരെ സിവിയർ ആയിട്ടുള്ള പെയിൻ സഹിച്ചപ്പോഴും കുഞ്ഞ് കുറച്ചുകൂടി വലുതായതിനു ശേഷം ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്യാമെന്ന് ഞാൻ ബാലിനോട് പറഞ്ഞിട്ടുള്ള ഞാനാണ്. ഞാൻ അത്രയും പൊസസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഒരു വളരെ സാധാരണക്കാരിയായിട്ടുള്ള 90% വരുന്ന സ്ത്രീകളുടെ മെമ്പറാണ് ഞാൻ. ആ ഗ്രൂപ്പിലുള്ള ആളാണ് ഞാൻ. എൻ്റെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചത് ആരെങ്കിലും പ്ലാൻ ചെയ്തോ അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ടോ ചെയ്തതാണെന്ന് എനിക്ക് 1% തോന്നിയാൽ, ആരെങ്കിലും എക്സ്പ്രസ് ചെയ്താൽ, ഒരു സാധാരണക്കാരി എന്ന നിലയ്ക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ആദ്യം ഞങ്ങളുടെ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ പോയി ഒരു പരാതി കൊടുക്കും. പിന്നെ എനിക്ക് ചാനലുകളിലെ നമ്പറുകൾ എടുത്ത് ഞാൻ അവരെയൊക്കെ വിളിച്ചറിയിക്കും. ഒരാൾക്കും എന്നെ ഭീഷണിപ്പെടുത്തി ഈ ഒരു കാര്യം പറയിക്കാനോ സമ്മർദ്ദം ചെലുത്താനോ മിണ്ടാതിരുത്താനോ ഒന്നും പറ്റില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നവരെ മണ്ടന്മാരായി പറ്റിക്കണം അത്രയ്ക്കും. അങ്ങനെ ആർക്കും ചെയ്യാൻ പറ്റില്ല. ലക്ഷ്മി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നമുക്ക് എല്ലാവർക്കും ലക്ഷ്മി പറയുന്നതിനകത്ത് കാര്യമില്ലേ? അങ്ങനെ ആർക്കെങ്കിലും ഭീഷണിപ്പെടുത്തി ചെയ്യിപ്പിക്കാൻ പറ്റുമോ? ലക്ഷ്മിയുടെ വാ മൂടി കെട്ടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം വരും. പക്ഷെ ഞാൻ അപ്പോഴും പറയട്ടെ, അങ്ങനെ വാ മൂടി കെട്ടിക്കാൻ പറ്റും. കാരണം ലക്ഷ്മിയുടെ ഭർത്താവ്, ലക്ഷ്മി പറയുന്നതാണ്, ഒരുപാട് സ്നേഹമുള്ള ഭർത്താവും മോളും പോയി. അതുപോലെ തന്നെ ലക്ഷ്മിയുടെ ലൈഫിൽ ഇനിയും ആകെയുള്ളത് ചിലപ്പം ലക്ഷ്മിയുടെ കുടുംബം അല്ലെങ്കിൽ അർജുന്റെ കുടുംബം അവരായിരിക്കും. അവരെയും കൂടെയും ഇനിയും കൊലയ്ക്ക് കൊടുക്കണമോ എന്നുള്ളൊരു ചിന്ത ലക്ഷ്മിക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അത്രയ്ക്കും ഇതിന്റെ പുറകിലുള്ളവർ അത്രയ്ക്കും പിടിപാടുള്ള ആളുകളാണെന്ന് ലക്ഷ്മിക്ക് ഉറപ്പുണ്ടെങ്കിൽ, ലക്ഷ്മി ഇതല്ലേ ലക്ഷ്മിക്ക് പറയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇതല്ലേ ലക്ഷ്മിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. വേറെ എന്തെങ്കിലും ലക്ഷ്മിക്ക് പറയാൻ പറ്റുമോ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും മുന്നോട്ടുള്ള അവരുടെ അവസ്ഥ? ഇനി ബാലഭാസ്കർ എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു തമ്പിയും പ്രകാശ് തമ്പിയും അർജുനും ഒക്കെയായി കൂടിച്ചേർന്ന് ഈ ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് മാഫിയയുടെ ഒരു കാരിയർ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, അത് വൈഫായിട്ടുള്ള ലക്ഷ്മിക്ക് അറിയാമെങ്കിൽ, എന്തായാലും ഭർത്താവ് മരിച്ചു, ഇനിയും പോലീസുകാരുടെയും ജനങ്ങളുടെയും ഒക്കെ മുമ്പിലേക്ക് സ്വന്തം മരിച്ചുപോയ ആ ഒരു ഭർത്താവിനെ ഒരു കാരിയർ ആണ് എന്നുള്ള രീതിയിൽ പോർട്രേറ്റ് ചെയ്ത് കാണിക്കാൻ ലക്ഷ്മിക്ക് താല്പര്യമില്ലെങ്കിൽ, നമുക്കതിനകത്ത് ലക്ഷ്മിയെ കുറ്റം പറയാൻ പറ്റുമോ? ലക്ഷ്മിക്കും അറിയാം വൻ ടീമുകളാണ് ഇതിന്റെ പുറകിലുള്ളത്. ലക്ഷ്മിയെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? ലക്ഷ്മി ഇപ്പൊ മുന്നോട്ട് വന്ന് പറഞ്ഞാലും അവസാനം ചിലപ്പോൾ അവരെല്ലാവരും ഇടപെട്ട് ഇവിടെ മറ്റേ ചിക്കിളി എറിഞ്ഞ് ലാസ്റ്റ് എല്ലാം ബാലഭാസ്കറിന്റെ മരിച്ചു പോയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ തലയിൽ വെച്ചു കൊടുക്കും. ഇതിനൊക്കെ കൂട്ടു നിൽക്കാത്ത ലക്ഷ്മിയെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? ഇവിടുത്തെ സ്ത്രീകൾ, നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ഭർത്താവിനാണ് ഈ ഒരു അവസ്ഥ വന്നതെങ്കിൽ, ഏതോ ഒരു സാഹചര്യത്തിൽ അദ്ദേഹവും നിങ്ങളുടെ ഭർത്താവും ഇതുപോലെ ഒരു കാരിയറായി മാറി, നിങ്ങൾക്കത് അറിയാം. ഒരവസ്ഥ അല്ലെങ്കിൽ ഒരു സമയമാവുമ്പോൾ ഇതുപോലെ വരണം അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക, അങ്ങനെ നിങ്ങളുടെ ലൈഫിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിയമത്തിന്റെ മുന്നിലേക്ക് നിങ്ങളുടെ ഭർത്താവ് ഇങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കാൻ നിങ്ങൾ മുന്നോട്ട് വരുമോ? എനിക്ക് തോന്നുന്നില്ല.
സ്നേഹമുള്ള ഒരു ഭാര്യയും ചിലപ്പോൾ വരണമെന്നില്ല. അതുപോലെ തന്നെ ലക്ഷ്മിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചിലപ്പം ഉള്ള, അതായത് ലക്ഷ്മിയുടെ അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ ഈ ബാലഭാസ്കറിന്റെ ഫാമിലിയിലോട്ടൊന്നും ലക്ഷ്മി പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും എന്തെങ്കിലും റീസൺ കൊണ്ടാണെങ്കിലോ അവർ ചെന്ന് കഴിഞ്ഞാൽ പുറത്തേക്ക് കൂടുതൽ സത്യങ്ങൾ വന്നാൽ ബാക്കിയുള്ളവരെയും കൂടെ ഇല്ലാതാക്കും എന്നുള്ള ഒരു ഭീഷണിയും ഇതിന്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ ലക്ഷ്മി എന്തെങ്കിലും സത്യങ്ങൾ പുറത്തു പറയുമോ? എല്ലാം പോട്ടെ, ഇപ്പോ 6 വർഷത്തിന് ശേഷം ഇപ്പോ ഈ ഒരു ന്യൂസ് ചാനലിൽ വന്നിരുന്ന് വലിയ വലിയ കോലാഹലങ്ങൾ ഒന്നുമില്ല. ആ ഒരു ആങ്കർ ആണെങ്കിൽ പോലും വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊന്നുമില്ല. എന്തിന് ഇപ്പൊ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തിന്? വെറുതെ ജനങ്ങളുടെ കണ്ണിൽ ഒന്ന് പൊടിയിട്ട് പോകാമെന്ന് വിചാരിച്ചോ? ഇതിന്റെ പുറകിലുള്ള ചേട്ടന്മാര് തന്നെയാണ് ഈ ഒരു ഇന്റർവ്യൂ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആർക്കൊക്കെയോ രക്ഷപ്പെടാൻ വേണ്ടി എനിക്ക് ഒരുപാട് സംശയങ്ങൾ ഇനിയും കിടക്കുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഈ ഒരു ഇൻസിഡന്റ് നടന്ന സമയത്ത് വന്ന ഒരു ന്യൂസ് ഉണ്ട്. ഈ ന്യൂസ് നിങ്ങളൊന്ന് വളരെ വ്യക്തമായിട്ട് കേൾക്കണം. ഇതിനകത്തുള്ള സാക്ഷികളൊക്കെ എവിടെ എന്നാണ് എന്റെ ചോദ്യം. ഇപ്പം ഇതൊന്ന് കേട്ടു നോക്കൂ. ഡ്രൈവറുടെയും ഭാര്യ ലക്ഷ്മിയുടെയും മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ ഒരുങ്ങുകയാണ് പോലീസ്. അതിനിടെ കൊല്ലത്ത് വെച്ച് വാഹനത്തിന്റെ പിൻസീറ്റിൽ ബാലഭാസ്കർ ഉറങ്ങുന്നത് കണ്ടുവെന്ന് ചവറ സ്വദേശിയായ ഒരാൾ പോലീസിനോട് പറഞ്ഞു. ആംബുലൻസിലേക്ക് കയറ്റുന്നതിനിടെ ബാലഭാസ്കർ സംസാരിച്ചതായി സാക്ഷികളിൽ ഒരാൾ ഏഷ്യനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അപകടം നടക്കുമ്പോൾ വാഹനം ഓടിച്ചിരുന്നത് ആരെന്നതിൽ വ്യക്തത വരുത്താനാണ് പോലീസിന്റെ ശ്രമം. വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർ അർജുന്റെയും ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയുടെയും മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. അർജുനാണ് വാഹനം ഓടിച്ചെന്ന മൊഴിയിൽ ലക്ഷ്മി ഉറച്ചു നിൽക്കുന്നു. പക്ഷേ അപകടമുണ്ടാകുമ്പോൾ വാഹനം ഓടിച്ചത് ബാലഭാസ്കർ ആണെന്ന അർജുന്റെ മൊഴി പ്രധാന സാക്ഷികളും ശരിവെക്കുന്നു. സാക്ഷിമൊഴികൾ പരിശോധിച്ച ശേഷം വീണ്ടും ലക്ഷ്മിയുടെയും അർജുന്റെയും മൊഴി രേഖപ്പെടുത്തും. തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരുന്ന വഴി കൊല്ലത്ത് വെച്ച് ജ്യൂസ് കുടിച്ച ശേഷമാണ് ബാലഭാസ്കർ വാഹനം ഓടിച്ചതെന്നാണ് അർജുന്റെ മൊഴി. കൊല്ലത്ത് വെച്ച് ബാലഭാസ്കറും അർജുനും വാഹനത്തിന് പുറത്തിറങ്ങി ജ്യൂസ് കുടിച്ച കാര്യം ലക്ഷ്മിയുടെ മൊഴിയിലുമുണ്ട്. ഇതിന് വിരുദ്ധമായ വെളിപ്പെടുത്തലുമായാണ് ചവറ സ്വദേശിയായ ഒരാൾ കൊല്ലം പോലീസിനെ സമീപിച്ചത്. ബാലഭാസ്കർ പിൻസീറ്റിൽ കിടക്കുകയായിരുന്നുവെന്നും ഡ്രൈവർ ജ്യൂസ് വാങ്ങി ബാലഭാസ്കർ നൽകിയത് കണ്ടുവെന്നാണ് ചവറ സ്വദേശിയുടെ മൊഴി. ദുരൂഹതയുണർത്തുന്ന മൊഴിയിൽ വ്യക്തത തേടേണ്ടതുണ്ടെന്ന് പോലീസ് പറയുന്നു. അതേസമയം ഡ്രൈവറുടെ സീറ്റിൽ നിന്നാണ് ബാലഭാസ്കറിനെ പുറത്തേക്കെടുത്തതെന്ന് പ്രധാന സാക്ഷി കൊല്ലം സ്വദേശി പ്രവീൺ പറഞ്ഞു. പുലർച്ചെ വിമാനത്താവളത്തിലേക്ക് പോകുന്നതിനിടെയാണ് പ്രവീൺ അപകടത്തിൽപ്പെട്ട വാഹനം കാണുന്നത്. 2 സീറ്റിൽ നിന്നാണ് ബാലഭാസ്കറിനെ എടുത്ത് കയറ്റിയപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും സേഫ് അല്ലെന്ന് ചോദിക്കും. അന്നേരമാണ് നമ്മൾ മുഖത്തോട്ട് വെട്ടൊടിച്ചപ്പോഴാണ് ബാലഭാസ്കർ എന്നാണ് മനസ്സിലായത്. 4മതാണ് അർജുനെ ബാക്ക് സീറ്റിൽ നിന്ന് ലക്ഷ്മി ഇരുന്നതിൻ്റെ തൊട്ട് ബാക്കിലെ സീറ്റിൽ നമ്മളെടുത്ത് പുറത്തിരുത്തി 4മത് ആംബുലൻസ് വന്നതിന് ശേഷം കയറ്റി വിട്ട് ഞങ്ങളവിടെ നിന്ന് തിരിക്കുകയായിരുന്നു. അപകടത്തിൽ ദുരൂഹത ഉന്നയിച്ച ബാലഭാസ്കറിന്റെ അച്ഛന്റെ മൊഴിയും ഈ ആഴ്ച രേഖപ്പെടുത്തും. സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെ എല്ലാ വശങ്ങളും പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ആറ്റിങ്ങൽ ഡിവൈഎസ്പി ഓക്കെ, ഇത്രയും മതി. അർജുന്റെ അച്ഛൻ ഇപ്പോഴും നിയമത്തോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്, സ്വന്തം മകൻ എന്താണ് പറ്റിയത് എന്നറിയാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കേട്ടല്ലോ, 2 സാക്ഷികൾ. ഒരു ചവറ സ്വദേശി, അയാള് പറയുന്നത് അയാള് കണ്ടു, ബാലഭാസ്കർ വണ്ടിയുടെ പുറകിൽ കിടക്കുന്നത് കണ്ടു എന്ന് അയാൾ പറയുന്നുണ്ട്. പ്രധാന സാക്ഷിയായിട്ടുള്ള പ്രവീൺ പറയുന്നതോ, പ്രവീൺ എയർപോർട്ടിലേക്ക് പോവുകയായിരുന്നു. ഈ ഒരു ആക്സിഡന്റ് പറ്റിക്കണ്ട് പ്രവീണൊക്കെയാണ് ആദ്യമേ വന്ന് ഫ്രണ്ട് ഡോറ് തുറന്നപ്പോൾ അവിടെ ബാലഭാസ്കർ ആയിരുന്നു എന്ന് പ്രധാന സാക്ഷി പറയുന്നുണ്ട്. പക്ഷെ ഈ സാക്ഷിയും ഇദ്ദേഹം പറഞ്ഞ ഈ കാര്യങ്ങളും ഒക്കെ എന്താണ് ആരും മുഖവരെ കിടക്കാത്തത്? എന്തുകൊണ്ട് ഇപ്പോഴും ലക്ഷ്മി പറയുന്നു റൈറ്റ് സൈഡിൽ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നത് അർജുനാണെന്ന്? ഇതിലേത് വിശ്വസിക്കും? ക്രൈംബ്രാഞ്ചും വട്ടം കറങ്ങുന്നത് ഇങ്ങനെയുള്ള ഈ ഒരു അഭിപ്രായങ്ങൾ എന്നല്ല, ഇങ്ങനെയുള്ള നിലപാടുകൾ ഓരോ വ്യക്തികൾ പറയുന്ന ഓരോ കാര്യങ്ങൾ കേട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ CBI പോലും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാതെ പൊട്ടന്മാരെ പോലെ ഇരിക്കുകയാണ്. ഇല്ലെങ്കിൽ ആർക്കൊക്കെയോ വേണ്ടി പൊട്ടന്മാരായി കണ്ണടച്ചിരിക്കുന്നു, അങ്ങനെ തന്നെ വേണം പറയാനായിട്ട്. ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും കോംപ്ലിക്കേഷൻസ് ഓരോ ആളുകൾ പറയുന്നതിനകത്തും ഒരു ബന്ധവും ഇല്ല, ഒരു റിലവന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് തോന്നുന്നില്ല. ഒരാൾ പറയുന്നു പുറകെ കിടക്കുന്ന കണ്ടു, വേറൊരാൾ പറയുന്നു പുറത്തേക്ക് ബാലഭാസ്കറിനെ ആ ഒരു ആക്സിഡന്റ് ആയ കാറിൽ നിന്ന് പുറത്തേക്ക് എടുത്ത വ്യക്തി പറയുന്നു ഫ്രണ്ടിൽ നിന്നാണ് എടുത്തത്, ഭാര്യ പറയുന്നു അദ്ദേഹം ബാക്കിലായിരുന്നു. ഇതിൽ ഏത് നമ്മൾ വിശ്വസിക്കും? ഏത് വിശ്വസിക്കും നിങ്ങൾ?
ഇത് എല്ലാം മാറ്റിവെക്കൂ. വേറൊരു കാര്യത്തിലേക്ക് ഞാൻ വരാം. ഈ ഒരു വിഷയം ഈ പ്രകാശ് തമ്പിയെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പ്രകാശ് തമ്പിയെ പറ്റി നമ്മൾ ഓരോ വാക്കുകൾ പറയുമ്പോഴും നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ഈ ഒരു പ്രശ്നങ്ങൾ ബാലഭാസ്കറിന്റെ ഈ ഒരു മരണത്തിന് ശേഷം ഈ ഒരു വ്യക്തിയുടെ കയ്യിലായിരുന്നു ബാലഭാസ്കറിന്റെ മൊബൈൽ ഫോൺ. കുറെ ദിവസങ്ങൾ ബാലഭാസ്കറിന്റെ വൈഫിന്റെ അമ്മ ചോദിച്ചപ്പോൾ പോലും ഞാൻ കൊണ്ടു തന്നേക്കാം, അത് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞ അത്രയും ദിവസവും സുഹൃത്തായിട്ടുള്ള ഈ പ്രകാശ് തമ്പി എന്തിന് ഫോൺ കയ്യിൽ വെക്കണം? ചോദ്യങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ പേടിക്കണമെന്ന്, വേറൊന്നും കൊണ്ടല്ല. ഇത്രയും ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള എന്ന് തന്നെ അയാളെ ഞാൻ വിളിക്കും. കാരണം പോലീസൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു പേടിയുമില്ലാതെ കയ്യിൽ ആ മരണപ്പെട്ട ആളുടെ ഫോൺ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എന്തിനു വേണ്ടി? എന്തായിരുന്നു അയാൾക്ക് മറയ്ക്കാനുണ്ടായിരുന്നത്? ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഇതിനൊന്നും ഒരു ഉത്തരമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ ഒരുപാട് കേസുകൾ ഉണ്ടാവാറുണ്ട്. എല്ലാം അതിനകത്ത് ഒരു ഭൂരിഭാഗം കേസുകളും മുങ്ങിപ്പോവാറുണ്ട്. അങ്ങനെ മുങ്ങിപ്പോകാൻ പോകുന്ന ഒരു കേസാണ് ബാലഭാസ്കറിന്റെ എന്ന് ഒരു 98% ഞാനെന്ന് വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളോ? താഴെ കമന്റ് ബോക്സിൽ പറയൂ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു ബാലഭാസ്കറിന്റെ മരണത്തിൽ ആരെങ്കിലും ഉത്തരവാദികൾ ഉണ്ടെങ്കിൽ ആ ഉത്തരവാദികൾ ഇവിടുത്തെ നിയമത്തിന്റെ മുമ്പിൽ എത്തുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ബാലഭാസ്കർ ആശുപത്രിയിൽ കിടക്കുമ്പോൾ നമ്മുടെ സ്റ്റീഫൻ ദേവസ്യ ബാലഭാസ്കറിനെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം 43 മിനിറ്റോളം ഐസിയുയിൽ, ആലോചിക്കണം, ഐസിയുയിൽ കയറിയിരുന്ന് ബാലഭാസ്കറിന്റെ കൈയൊക്കെ തൊട്ട് ഇദ്ദേഹം സംസാരിച്ചു എന്ന് ഒരു നേഴ്സ് സാക്ഷി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിനെപ്പറ്റി ബാലഭാസ്കറിനോട് ചോദിക്കുമ്പോൾ, ബാലഭാസ്കർ അതിനെപ്പറ്റി നമ്മുടെ സ്റ്റീഫൻ ദേവസ്യയോട് ചോദിക്കുമ്പോൾ എന്തിന് കയ്യിലൊക്കെ തൊട്ടു എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അയാൾ പറയുന്നൊരു മറുപടി ഉണ്ട്, ഞാൻ അവന്റെ കൈ തൊട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന്. ഇയാളെന്താ മാർപ്പാപ്പയോ? ബാലഭാസ്കറിന്റെ കൈ തൊട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ച് ദൈവത്തിലേക്ക് അങ്ങോട്ട് എത്തിക്കാനായിട്ട്? അല്ല, മനസ്സിലാവുന്നില്ല. എന്നിട്ട് അത് ഇവിടുത്തെ നിയമപാലകർ അല്ലെങ്കിൽ CBI ചേട്ടന്മാർ വെള്ളം തൊടാതെ അങ്ങ് വിഴുങ്ങി. എന്നിട്ട് ഇപ്പോഴും എല്ലാ ഏജൻസികളും പറയുന്നത് ഇതൊരു അപകട മരണമാണ് എന്ന്. എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല എങ്ങനെ ഇവരിത് പറയുന്നു. കാരണം സാക്ഷികൾ പറയുന്നത് പലത്. എന്നിട്ട് എങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് ഇവിടുത്തെ സിസ്റ്റം എത്തി, ഇല്ലെങ്കിൽ സിസ്റ്റത്തിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള CBIയിലെ ചേട്ടന്മാരെത്തി? ഇത് ഒരു കൊലപാതകമല്ല, ഇത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ആക്സിഡന്റ് ആണ് എന്ന് വണ്ടി ഓടിച്ചവൻ തന്നെ പറയുന്നു പലതവണയായിട്ട്. പല അഭിപ്രായങ്ങളിൽ നിന്ന് അവനല്ല ഓടിച്ചത്, അവനാണ് ഓടിച്ചത്. വൈഫ് എനിക്ക് ലക്ഷ്മിയെ ഒരുപാട് ഇതിലേക്ക് വലിച്ചിഴക്കാൻ, ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു സാഹചര്യമുണ്ട്. അവരെ എങ്ങനെ നമ്മൾ കുറ്റം പറയും? ഞാൻ നേരത്തെ പറഞ്ഞാണ് ഒരു വൻകിട ടീമാണ് ഇതിന്റെ പുറകിലുണ്ടെങ്കിൽ എങ്ങനെ ലക്ഷ്മിയെ നമ്മൾ കുറ്റം പറയും? ലക്ഷ്മിയെ കൊന്നുകളയാൻ അവർക്ക് പറ്റില്ല. കാരണം ലക്ഷ്മിയെ കൊന്നാൽ കളി മാറും. അതുകൊണ്ട് തന്നെ ലക്ഷ്മിയെ ഒന്നും ചെയ്യില്ല. പക്ഷെ ലക്ഷ്മിയെ പേടിപ്പിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. വാർത്തകൾ നിങ്ങൾ നോക്കൂ. ഈ ഒരു ബാലഭാസ്കറിന്റെ ആക്സിഡന്റ് നടന്നപ്പോൾ തൊട്ടുള്ള പല ആളുകൾ, പല കാര്യങ്ങൾ, ഇതെല്ലാം പറയുന്നത് ഒന്ന് റിലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. സംതിങ് ഇസ് ഫിഷി. പക്ഷെ തെളിയില്ല. കാരണം ഇത് ദൈവത്തിന്റെ സ്വന്തം നാടായിട്ടുള്ള എൻ്റെ കേരളമാ. ഇവിടെ ഇങ്ങനെയാ. ഇവിടെ ചിക്കിളിയുള്ളവൻ അവൻ പറക്കും, അവൻ സ്വർണം കടത്തും, അവന്റെ മലദ്വാരത്തിനകത്തൂടെ വരെ ഇവിടെ സ്വർണം കടത്തും. ഒരുത്തനും ഇവിടെ ഒന്നും ചെയ്യത്തില്ല. മനസ്സിലായില്ലേ? ചെയ്യും. ആരെയെന്നറിയോ? ഈ കടത്തുന്നവനെ. ഞാൻ പറഞ്ഞില്ലേ, മറ്റേ മലദ്വാരത്തിനകത്തൂടെ കയറ്റി കടത്തുന്നവനെ പൊക്കും. പക്ഷെ ഈ കടത്തുന്നവനെ മാത്രം കിട്ടിയിട്ട് എന്താ? ഒരു കാര്യമില്ല. കടത്തുന്നവന്റെ മറ്റേ കയറ്റി വെക്കുന്ന ഒരുത്തനുണ്ട് മണ്ടക്കിരിക്കുന്നത്. അവന്മാരെ ഒന്നും ചെയ്യില്ല. ഇതുണ്ടെങ്കിൽ ഇവിടെ എന്തും നടക്കും. ഏത് നിയമത്തെയും വിലയ്ക്ക് വാങ്ങാൻ പറ്റും. നിയമം ഇങ്ങനെ നിൽക്കും. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ അതാണ് ഈ ഒരു ബാലഭാസ്കറിന്റെ വിഷയത്തിൽ നടക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാൻ സാധിച്ചത്. ഞാൻ എവിടെയെങ്കിലുമൊക്കെ വിട്ടു പോയിട്ടുണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2-3 ദിവസമായി വീഡിയോ ഇട്ടിട്ട് അതിന്റെ ഒരു ടച്ച് വിട്ടിട്ട് ഇരിക്കുകയാണ്. പക്ഷെ ഈ ഒരു വിഷയം ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്ത് വീണ്ടും തുടങ്ങുമ്പോഴത്തേക്ക് ഒരു സ്ഥിരം പിടിച്ചു വരുമ്പോഴത്തേക്ക് ഈ ഒരു വിഷയം തന്നെ സംസാരിച്ച് തുടങ്ങാമെന്ന് എനിക്ക് തോന്നി. ഞാൻ അറിഞ്ഞു വെച്ച എൻ്റെ കുറച്ച് കാര്യങ്ങൾ, ഞാൻ
വാർത്തയിലൂടെ അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ, എന്റെ കുറച്ച് സംശയങ്ങൾ. ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് വ്യക്തമായിട്ട് പറയട്ടെ. ഞാൻ ആദ്യമേ ആ ഒരു ഫോട്ടോ കാണിച്ചു തന്നല്ലോ. ആ കാറിന്റെ ബാക്കിലിരുന്ന ആള് മരിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാനായിട്ട് ചിലപ്പം സീറ്റ് ബെൽറ്റ്, അതിനകത്തും വേറൊരു കേസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഈ മനോരമയിൽ വന്ന ഇന്റർവ്യൂവിൽ നമ്മുടെ ലക്ഷ്മി എന്ന് പറയുന്ന ബാലഭാസ്കറിന്റെ വൈഫ് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ അർജുൻ എന്ന് പറയുന്ന വ്യക്തി ഡ്രൈവിംഗ് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ബാലഭാസ്കർ അതേ ഞാൻ പറയുന്നുള്ളൂ, ബാലഭാസ്കർ വഴക്ക് പറഞ്ഞിട്ടുണ്ട് അർജുൻ സീറ്റ് ബെൽറ്റ് ഇടാത്തതിന്റെ പേരിൽ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വഴക്ക് പറയുന്ന ഒരു വ്യക്തിയാണ് ബാലഭാസ്കർ എങ്കിൽ വണ്ടിയുടെ ബാക്കിലിരുന്നപ്പോൾ 101% ഉറങ്ങുന്ന സമയത്ത് ചാരിക്കിടന്നായിരിക്കും ചിലപ്പോൾ ഉറങ്ങിയത്. അങ്ങനെയാണെങ്കിൽ ബാലഭാസ്കർ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ എങ്ങനെ പുറകിലിരുന്ന ആ വ്യക്തി മരിച്ചു? എനിക്ക് നല്ല രീതിയിലുള്ള സംശയമുണ്ട്. അത്രയും കെയർ ചെയ്യുന്ന ഒരു വ്യക്തി, ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ഇടാത്തതിന്റെ പേരിൽ വഴക്ക് പറഞ്ഞിട്ടുള്ള ബാലഭാസ്കർ എന്താണെങ്കിലും ബാക്കിലിരുന്ന് ഉറങ്ങുമ്പോൾ സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കും ഇല്ലേ? അത്രയും കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ചെയ്തിരിക്കും. പിന്നെ എങ്ങനെ? ഫ്രണ്ടിലിരുന്ന കുഞ്ഞു മോള് പോയി, മനസ്സിലാക്കാം. പക്ഷെ ഫ്രണ്ടിലിരുന്ന ബാക്കി രണ്ടുപേരും രക്ഷപ്പെട്ടു. ബാക്കിലിരുന്ന ബാലഭാസ്കർ പോയി. എങ്ങനെ? സംശയങ്ങൾ ഒരുപാട്. ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കാണും. താഴെ കമന്റ് ബോക്സിൽ പറയുക. ഞാൻ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ ദൈവത്തെ ഓർത്ത് പറയുക. വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യം ചെകഞ്ഞെടുത്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എവിടെയെങ്കിലുമൊക്കെ ഒരു മിസ്മാച്ചിങ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക.